ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഛോട്ടാ മുംബൈ ലാലേട്ടന്റെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ. ലാലേട്ടന്റെ ഇതുവരെ 4 സിനിമകളാണല്ലോ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ 4 സിനിമകളും തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുകയാണല്ലോ. 4 കോടിയിലധികം രൂപ ഇപ്പോഴത്തെ ഛോട്ടാ മുംബൈ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 3,50,00,000 ഗ്രോസ് കളക്ഷനും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ സിനിമ നേടിയെടുത്ത കളക്ഷനാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ കേരള ഷെയർ റിപ്പോർട്ട് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അടുത്ത വളരെ മികച്ച ലാഭം നേടിയെടുക്കുന്ന ലാലേട്ടന്റെ റീ റിലീസ് ചിത്രമായിട്ട് ഛോട്ടാ മുംബൈ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മണിയൻ പിള്ള രാജു നിർമ്മിച്ച സിനിമയ്ക്ക് 60 ലക്ഷം രൂപ റീ റിലീസ് ചെയ്തപ്പോൾ ചെലവായി എന്നാണ് റിപ്പോർട്ട്. അതിന് ഇരട്ടിക്ക് മുകളിൽ, അതായത് 1,35,00,000 മുകളിൽ സിനിമ കേരളത്തിൽ മാത്രം ഷെയർ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരള ഷെയർ കൊണ്ട് തന്നെ സിനിമ വലിയ ലാഭം നേടിയെടുത്തിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇനി മികച്ച റിലീസ് ചെയ്തിരുന്നെങ്കിൽ 5 കോടിക്ക് മുകളിലെല്ലാം തന്നെ നിസ്സാരമായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കേണ്ടിരുന്ന സിനിമയായിരുന്നു ഛോട്ടാ മുംബൈ. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ സിനിമ എത്തുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്. കഴിഞ്ഞ ആഴ്ച 2 മലയാളം സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. 2 സിനിമകളുടെയും ഇന്നത്തെ കേരള ട്രാക്കിംഗ്, ഒപ്പം തന്നെ ഇതുവരെയുള്ള കേരള കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയ്ക്ക് 14 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 30 ലക്ഷത്തോളം കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നും കേരളത്തിൽ 30 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വരെ കേരളത്തിൽ 2,25,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 2,55,00,000 കേരള ഗ്രോസും നേടിയെടുക്കുന്നതാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് വന്നിട്ടില്ല. 4 കോടിയിൽ പരം വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. റോന്ത് എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ റോന്ത്. സിനിമയ്ക്ക് ഇന്ന് 16 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്നലെ 30 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 30 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വരെ 3 കോടിക്കടുത്ത് കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 3 കോടിയിലേറെ കേരള ഗ്രോസും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 6 കോടിയിലേറെ കളക്ഷനും നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റോന്ത് എന്ന പോലീസ് ചിത്രം ഷാഹിദ് കബീർ സംവിധാനം ചെയ്ത സിനിമ പ്രതിദിനം നല്ല കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. റോന്തിന്റെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ടും അതോടൊപ്പം തന്നെ വെർഡിക്റ്റ് അപ്ഡേറ്റിനെല്ലാം തന്നെ ഏറ്റവും പ്രേക്ഷകർ കാത്തിരിക്കൂ.